അടുത്ത അനൂപ് കോളേജ് വിട്ടപ്പോ പാടിയ പാട്ട് മംഗളം എവിടെ ഇരുന്ന് പാടാ തമിഴ് തന്നെയാണ് നീ തമിഴ്നാട്ടിലല്ലേ പഠിച്ചത് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സൺവേ ലഗൂണിലേക്കാണ് പോകുന്നത്. അതായത് ക്വാലലംപൂരിൽ നിന്നൊരു 15 കിലോമീറ്റർ ഉണ്ടാവും, അരമണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്, വൈൽഡ് ലൈഫ് പാർക്ക്, അമ്യൂസ്മെൻറ്റ് പാർക്ക്, അങ്ങനെ എല്ലാം ഉണ്ട് അതിനകത്ത്. ഒരു 88 ഏക്കറിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവം. നമ്മുടെ കൊച്ചിയിലത്തെ വണ്ടർല പോലെ തന്നെയുള്ള ഒരു, അതിൻ്റെയൊക്കെ ജാസ്തി വലുപ്പമുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. നല്ല എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും അന്താക്ഷരിയൊക്കെ കളിച്ച് നല്ല ഫണ്ണായിട്ടാണ് പോകുന്നത്. ഈ 3rd ഡേ ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരെയും ആയിട്ടും നല്ല കണക്ഷൻ വന്നു. പ്രദീപ് സാറായിരുന്നു ഞങ്ങളുടെ ഷോ സ്റ്റോപ്പർ എന്ന് പറയാനാണെങ്കിൽ. പുള്ളിയാണ് ഞങ്ങളുടെ ട്രിപ്പ് ലൈവാക്കി വെച്ചത്. പുഷ്പം പാലാരി കടഞ്ഞെടുത്തു കാണു നീ നാ. ഇതാണ് സൺവേ ലഗൂണിൻ്റെ എൻട്രൻസ്. ഇത് ആക്ച്വലി സത്യം പറഞ്ഞാൽ സൺവേ ലഗൂണിൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊന്നും എനിക്ക് അധികം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് നമ്മൾ ലോക്കറിൽ ബാഗ് കൊടുത്തിട്ടാണ് പോയത്. കുറച്ച് പേര് മാത്രമേ ഫോണും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുള്ളൂ. എനിക്ക് മോന് കുഞ്ഞുള്ളതുകൊണ്ട് ഫോണും ബാഗും എല്ലാം കൂടി നോക്കാൻ പറ്റാത്തതുകൊണ്ട് ബാഗ് നമ്മൾ ലോക്കറിൽ വെച്ചിട്ട്, അപ്പം കുറച്ച് വീഡിയോസേ ഉള്ളൂ ഈ വ്ളോഗിൽ സൺവേ ലഗൂണിൻ്റെ അകത്തുള്ളത്. നമുക്ക് എല്ലാവരുടെ കയ്യിലും സൺവേ ലഗൂണിൻ്റെ ഒരു ബാൻഡ് അവർ കെട്ടിത്തന്നിട്ടുണ്ട്, പേയ്മെൻറ്റ് ചെയ്ത എല്ലാവർക്കും. പിന്നെ ഫുഡിൻ്റെ കൂപ്പണും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ തന്നു, എൻട്രൻസിൽ നിന്ന് തന്നെ.
ഇത് നമ്മുടെ വീഗാലാൻഡിലുള്ള പോലെ തന്നെ, അതായത് വണ്ടർലയിലുള്ള തന്നെ സീ ആണ്. പക്ഷെ ഇവിടുത്തെ വേവ്സ് ഭയങ്കര ഹൈറ്റിലാണ് അവരത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ മണ്ണും എല്ലാം ഭയങ്കര റിയലായിട്ട് തോന്നും നമുക്ക്. സീ ഒരു ശരിക്കും റിയലായിട്ട് തോന്നും. എനിക്ക് ആ സൈഡിലത്തെ വിഷ്വൽസ് ഇത് ഞാൻ എടുത്തതല്ല, എൻ്റെ ഗ്രൂപ്പ് മെമ്പറിൽ ഒരാൾ എടുത്ത വീഡിയോ ആണ്. സൈഡിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ഇന്നത്തെ എന്ന് പറയുകയാണെങ്കിൽ ചൈന ടൗൺ ആണ്. നമുക്ക് പർച്ചേസും കാര്യങ്ങളും ഷോപ്പിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതുപോലത്തെ ഒരു സ്ട്രീറ്റ്, ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വാളാർട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ട്രീറ്റിൽ കൂടെയാണ് നമ്മൾ ചൈന ടൗണിലേക്ക് എത്തിപ്പെടുന്നത്. ചൈന ടൗണിൻ്റെ ആ ഒരു സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാം. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോയത്. ഫുഡും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് കഴിച്ചിട്ടില്ല. നമ്മൾ ഓൺലി ഷോപ്പിംഗ്, ബാഗും അങ്ങനത്തെ എന്തെങ്കിലും നാട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഓൺ ദ വേയിൽ കണ്ടതാണ് കേട്ടോ. ഇതൊരു മഹാമാരിയമ്മൻ ടെമ്പിൾ. അത് വളരെ കൗതുകമായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു സ്ട്രീറ്റിൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു തമിഴ് ടെമ്പിൾ കണ്ടത് വളരെ എന്താ പറയുക, അത് പെട്ടെന്ന് നെറ്റിപ്പോയി. അത് ഇതെന്താ പെട്ടെന്ന് ഒരു വൈബ് തന്നെ മാറുകയാണേ. നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകാനാണ് പ്ലാൻ. നാളെ ലാസ്റ്റ് ഡേ ആണ്. ഡിന്നർ നമ്മൾ കഴിച്ചത് സാഡ കഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലയാളി, ഒരു കാലിക്കറ്റ് ആണ്. അവിടെ നിൽക്കുന്ന എന്തായാലും സ്റ്റാഫ് എല്ലാവരും കാലിക്കറ്റ് ബേസ്ഡ് ആണ്. ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ. നമ്മുടെ മലയാളം സോങ് വന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടുത്തെ ഒരു ഷോപ്പിൽ നമ്മുടെ മലയാളം സോങ് ഒക്കെ കേൾക്കുമ്പോഴത്തേനും, മലയാളികളെ കാണുമ്പോഴത്തേനും വളരെ സന്തോഷമായിരുന്നു. ഈ ഹോട്ടലിൽ തന്നെ ഒരുവിധം എല്ലാ മലയാളികളും തേടിപ്പിടിച്ച് അവിടെ എത്തുന്നുണ്ട്. അപ്പം ഫുഡും കാര്യങ്ങളൊക്കെ, ഡിന്നർ എല്ലാ ദിവസവും നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. ആദ്യത്തെ ദിവസം മാത്രമേ ഉള്ളൂ കിങ്സ്റ്റൺ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി.